ഞാൻ വിരിക്കുന്ന കാണത്തില്ലേ മാറ്. അവനെ ഷർട്ടിന്റെ കയ്യെങ്ങാനും വെട്ടി കളയൂ. അതൊക്കെ ചിലപ്പോൾ കളഞ്ഞിരിക്കും. അവൻ എന്തെങ്കിലും ചെയ്യാതിരിക്കില്ല എന്തായാലും. നീ ഒരു കാര്യം ചെയ്യ, എന്റെ മുണ്ട് ഷർട്ടും എടുത്ത് ഒളിപ്പിച്ചു പോയി. അതോർത്ത് നിങ്ങൾ പേടിക്കണ്ട. അവൻ ചെയ്താൽ ഇതിലും കടന്ന് എന്തെങ്കിലും ചെയ്യണമെന്ന് എന്റെ മനസ്സ് പറയുന്നത്. പേടിപ്പിക്കാതെ പെണ്ണേ. നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു അവന്റെ ഫോട്ടോയുടെ താഴെ പോയിട്ട് ആവശ്യമില്ലാത്ത കമന്റ് എഴുതാൻ? ഈ അവനെ പേടിച്ചാണ് ഇവിടെ ഉള്ളവർ ജീവിക്കണേന്ന് അറിഞ്ഞാലേ അവൻ ഇവിടെ ഉള്ളവരെ തലവെക്കയറിന്ന് നിറങ്ങും. നമ്മൾ പൊരുതി ജീവിക്കണം. പൊരുതി നമ്മുടെ നരമ്പിൽ ഉള്ളത് ചോര തന്നെയല്ലേ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. എന്തായാലും കാണിക്കും. ഒളിപ്പിച്ചു വെച്ചല്ല അച്ഛമ്മ. പിന്നെ അത് ഉണക്കായിട്ടപ്പോ കാക്ക എടുത്തോണ്ട് പോയി. അതെന്തൊരു കാക്ക ചട്ടിടുന്ന? നിന്റെ അച്ഛൻ്റെ അമ്മയാണ് ഞാൻ. മണ്ടൻ പിള്ളേരെ ഇട്ട് കളിപ്പിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് നമ്പർ ഇട്ടേക്കണ്ട. അങ്ങനെ അങ്ങനെയാ. അതെ അച്ഛമ്മ, വയസ്സാവും തോറും പിള്ളേരെ പോലെ ആവുന്നല്ലേ പറയണേ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പേരക്കം പോട്ടണോടാ. എന്തിന് പേരക്കം പോട്ടണേ? അടിക്കേ അത് പേരക്കം പോകുമ്പോഴേ ആ തൊലി ആ കമ്പിലിരിക്കും ചന്തിയുടെ തൊലി. അച്ഛമ്മ എപ്പോഴും പേരക്കമ്പ എടുക്കാതെ അടുത്ത പ്രാവശ്യം ഞാനൊരു ചൂറിൽ മേടിച്ചുതരാം. രണ്ടറ്റത്ത് റബ്ബർ ബാൻഡ് ഇട്ടിട്ട്. എടാ അവൻ്റെ ഉടുപ്പെടുത്തോട്. ഉടുപ്പ് വേറെ മാറിയിടായില്ലെന്നും പറഞ്ഞ് അവൻ പറഞ്ഞ് ബഹളം വെക്കുന്നു. ഞാൻ കുറച്ചു നേരം കിടന്ന് ബഹളം വെക്കട്ടെ അച്ഛമ്മ. അവന്റെ ഷർട്ട് എടുത്തിട്ടെന്നും പറഞ്ഞോണ്ട് അവൻ എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? അത് പറഞ്ഞപ്പോഴാ അതെ നിങ്ങൾക്ക് ഈ പൂക്കളുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് എവിടെ പോകേണ്ട ആവശ്യമായിരുന്നു? എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. അതെന്താ ആവശ്യമായിരുന്നു ചോദിച്ചാൽ? നിന്റെ കുൽസിത ചോദ്യങ്ങൾക്ക് മറുപടി പറയാനല്ല ഞാൻ നിൽക്കണേ. കുൽസിത ചോദ്യോ? നീ വിചാരിക്കണം ഞാൻ ഏതോ പെമ്പിള്ളാരെ വാങ്ങി നോക്കാൻ പോയെന്നല്ലേ? കണ്ടോ, എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു സംശയമില്ലായിരുന്നു. ഇപ്പൊ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. നല്ല സംശയം വെച്ചാണ് കൈ ഇരുന്നാണ്. എന്നാ പിന്നെ നിങ്ങൾ അടി ഓടിക്കോ. ഞാൻ പോവും. ആ ചെറുക്കൻ്റെ ഉടുപ്പ് തിരിച്ചു കൊടുത്തോ. മര്യാദക്ക് ഞാൻ കൊടുത്തോളാം. കൊടുക്കോ? ഓ ഞാൻ പോവുക. ശരി, പിടിച്ചു പിടിച്ചു പോയി. എന്നാലും നിങ്ങൾ എന്താ ആവശ്യത്തിനാ പൂക്കള ഷർട്ടിട്ടുകൊണ്ട് പോയത്? സ്വത്തതാ പോന്ന്. പൂക്കളുള്ള ഷർട്ട് ഇട്ടാ ഭാര്യ സംശയിക്കുമെന്ന് എനിക്കറിയായിരുന്നു. പൂക്കളം ഷർട്ടും എന്തോന്നാണ് കാണിക്കുന്നത്? ഇതിലാണ് വലിച്ചു വിളിച്ച് നീ എന്തോ കാണണ്ട? ഇയാൾ ആരും ഇങ്ങോട്ട് വിളിച്ച്? ഓഹോ, നീ കാണിക്കുന്ന അക്രമം ചോദിച്ചപ്പം എന്റെ ചൂടാവണം. ഇനി ഉത്തമൻ എന്ന് പറയുന്ന ആളുടെ ഫോട്ടോ ഇവിടെ വേണ്ട. ആന്ധ്ര എനിക്ക് ഇങ്ങനെ ഒരു ചേട്ടനില്ല. കുറെ നാളോട് ഞാൻ ക്ഷമിക്കുന്നു. എനിക്കിങ്ങനെ ചേട്ടാ ഇല്ലേ? ഇല്ല ഇല്ല. എന്നും പറഞ്ഞ് ഇതൊക്കെ എടുത്ത് കളയാൻ നമുക്കൊക്കെ ബന്ധമുണ്ടല്ലോ. ചുമ്മാ മൂത്തളിന്റെ ഫോട്ടോ എല്ലാം കൂടെ വലിച്ചിലാക്കൊണ്ട് വന്ന് ആവശ്യിക്കുന്നത്. എന്തോ കാണിക്കുന്നത്? എന്റെ പോസ്റ്റിൽ കമന്റ് ഇട്ടാച്ചാ. എന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എന്റെ പെമ്പിളരെ മുമ്പ് എന്നെ നാറ്റിച്ച്. ഇനിയിപ്പോ എന്താ മോശം കമന്റ്? ആ കമന്റ് അങ്ങ് ഡിലീറ്റ് ചെയ്താ പോരെ? എന്റെ അളിയ അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത്. അതിന് മുമ്പ് കാണേണ്ട എല്ലാം കണ്ടു കഴിഞ്ഞായിരുന്നു. എത്ര പെമ്പിളാരെന്ന് അറിയാമോ കണ്ണീർ ഒളിപ്പിച്ചിരിക്കുന്ന സ്മൈൽ ഇട്ടത് ഇതിനകത്ത്. അവൻ എന്തോ കമന്റ് ഇട്ടത്? എന്റെ പൈസ കൊടുത്ത് വേണ്ടി ഷർട്ടാണ്. ഇങ്ങോട്ട് വിട്. എന്തോ ഉണ്ടാക്കാൻ വരുന്നത് ഇങ്ങോട്ട് വരട്ടെ. ഇവന്റെ ഇൻസ്റ്റാഗ്രാമില് തോട്ടക്കാളി പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞോണ്ട് കാണിച്ചു കൂട്ടി എന്നു അറിയാമോ? കണ്ടു, നിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റി നമ്മൾ കണ്ടു. ഫോട്ടോയാ? അതൊന്നുമല്ല. പിന്നെ പൂച്ചയ്ക്ക് കൊടുക്കണ വൈറ്റമിൻ ഗുളിക ഞാൻ എടുത്ത് മറിച്ചു വെക്കുമെന്ന് ക്ലിനിക്ക് വിളിച്ച് മൃഗപാലന ഡോക്ടറെ അടുത്ത് വിളിച്ച് പറഞ്ഞേക്കണം. എന്റെ പൊന്നച്ചാ ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല. നീ അല്ലെങ്കിൽ പിന്നെ ആടാ ഇത്രയും വലിയ ചട്ടത്തിനും ചെയ്താൽ ആടാ? എടേ അത് എന്തൊരു പരിപാടി ഇടേ? അങ്ങനെ കാണിച്ച് മറ്റേ വാർത്തയായ അവസാനം ടി വിയിൽ വരെ വരൂലേ? എന്റെ അളിയ ഞാൻ പറഞ്ഞിട്ടില്ല അളിയ. അച്ഛന് 2 മക്കൾ പോരായിരുന്നു അച്ഛാ, ഒരു ആണും ഒരു പെണ്ണും. എന്തിനാ അച്ഛൻ ഈ ദുഷ്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഓ ഞാൻ ദുഷ്ടൻ തന്നെ. നിങ്ങളൊക്കെ വലിയ മാന്യമാര്. ഞാൻ തന്നെ പറഞ്ഞേ, ഇനിയും പറയും. നിങ്ങളൊക്കെ എന്തോ ചെയ്യുന്ന തന്നെ ചെയ്തോ. അങ്ങനെ ചെയ്ത അവ അങ്ങനെ വിളിച്ചൊന്നും പറയില്ലേ? പിന്നെ വിളിച്ചു പറഞ്ഞില്ലേ? പിന്നെ അങ്ങനെ ചോദിച്ചാര് എന്തോന്ന്? ഇവൻ തന്നെ വിളിച്ചു പറഞ്ഞു. പോണ അച്ഛൻ അങ്ങോട്ട് മാറങ്ങോട്ട്. നാത്തൂനെ ഒന്ന് ശിവേട്ടൻ ശരിക്കും മനഃപൂർവ്വം സസ്പെൻഷൻ ഒപ്പിച്ച് ഇവിടെ ഇരിക്കുന്നതായിരിക്കുമോ? ഷേവ് ചെയ്യാതിരിക്കാൻ വേണ്ടിട്ട്? അത് എനിക്ക് എങ്ങനെ അറിയാം? എടി പോടി ഉറക്കപ്രാന്തി. അങ്ങനെ സസ്പെൻഷൻ ചുമ്മാ ചോദിച്ചു മേടിക്കാവുന്ന കാര്യമൊന്നുമല്ല. അത് അവന്റെ കയ്യിലിരിപ്പോണ്ട് തന്നെ കിട്ടിയതാ. അങ്ങനെ ആയാൽ മതിയായിരുന്നു. ഇല്ലെങ്കിൽ കാലാകാലങ്ങളോടെ ഈ സസ്പെൻഷൻ നീങ്ങും ഉറപ്പാ. പക്ഷെ മെയിൻ ചോദ്യം അതല്ലല്ലോ. പിന്നെന്താ?
ഉത്തുവേടൻ ഈ പൂക്കളമുള്ള ഷർട്ട് ഇട്ടുകൊണ്ട് എവിടെ പോയതാ? ഇതാണോ ഇപ്പൊ ഇത്ര വലിയ പ്രശ്നം? എന്റെ പൊന്നു നാത്തൂനെ, ചേട്ടന് ഒരു ആഗ്രഹം തോന്നി കാണും പൂക്കളുള്ള ഷട്ടൊക്കെ ഇട്ട് ബീച്ച് ലുക്കിൽ നടക്കാൻ വേണ്ടിട്ട്. അത്രേ ഉള്ളൂ. എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം ഒരാൾക്ക് അങ്ങനത്തെ ആഗ്രഹം വരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളിവിടെ നുണയം പറഞ്ഞോണ്ടിരുന്നോ കേട്ടോ? മിക്കവാറും അളിയനെ പോലീസ് അള്ളിക്കൊണ്ട് പോകും. എന്തിന്? പൂക്കളുള്ള ഷർട്ട് ഇട്ടേനോ? പൂക്കളുള്ള ഷട്ടിട്ടാനല്ല, ആ സുമേഷ് ക്ലിനിക്കിൽ വിളിച്ച് പറഞ്ഞെടുത്ത് അവിടെ പൂച്ചയ്ക്ക് വെച്ചിരുന്ന വൈറ്റമിൻ ഗുളിയൊക്കെ അളിയെടുത്ത് വെളിയിൽ മറച്ചു വെക്കണമെന്ന്. എന്റെ ദൈവമേ, ഇത് വലിയ പ്രശ്നമല്ലോ. ആ ഇപ്പൊ പോലീസ് ഇപ്പൊ തള്ളിക്കൊണ്ട് വരും. ഇപ്പൊ പേടിക്കണ്ട, ഞാൻ ഉള്ളതുകൊണ്ട് അത് സോൾവ് ആയി പോയിരിക്കും. ഇതാ ഞാൻ പറഞ്ഞത്, ശിവേട്ടൻ ഷേവ് ചെയ്ത് ജോയിൻ ചെയ്തിരുന്നെങ്കിൽ ആ കേറി വരുന്ന പോലീസുകാരുടെ കൂടെ കേറി വന്നുകൂടായിരുന്നോ? ഇടി ഭ്രാന്തി, നിന്റെ ചേട്ടനെ പിടിച്ചോണ്ട് പോകാൻ പോലീസുകാർ വരുന്ന കാര്യമാണ് പറഞ്ഞത്. തമ്മി കണ്ട മറ്റേ ഗീരിയും പാമ്പും ആണെങ്കിലും ഡോക്ടറിന് അളിയനെ ഭയങ്കര വിശ്വാസമാണെന്നാണ് അളിയെ നമ്മളത് പറഞ്ഞത്. പക്ഷെ ഡോക്ടർ പരാതി കൊടുത്ത അളിയാകത്താവും. ആ ഇതാ ഞാൻ പറഞ്ഞേ, ശിവേട്ടൻ ഷേവ് ചെയ്ത് ജോയിൻ ചെയ്തിരുന്നേ പരാതി കൊടുക്കുന്ന സെക്കൻഡ് നമുക്ക് അറിഞ്ഞൂടായിരുന്നോ? അപ്പ ചേട്ടനെ ഒളിപ്പിക്കായിരുന്നു. എടി പൈങ്കിളി ഇതിന്റെ ഷേവ്, ഇത് പൂക്കൾ ഷട്ടിന്റെ കേസിൽ ഞാൻ അളിയന്റെ സൈഡായിരുന്നു. അതുകൊണ്ട് സുമേഷ് അടിച്ചിറക്കിയ കഥയാണ് ഈ ഷേവ് കഥ. അല്ല ഞാൻ ഷേവ് ചെയ്യാത്തോണ്ടൊന്നുമല്ല ജോയിൻ ചെയ്യാത്തത്. ഉറപ്പാണോ? മാമനാണ് സത്യം. 3 മാസം കൂടെ ഉള്ളു സസ്പെൻഷൻ. അത്ര നാളും കൂടെ ഞാൻ പിടിച്ചിരുന്നാലേ ഒരു മണ്ടത്തരത്തിൽ പെടായിരുന്നാൽ മതി, ഞാൻ തിരിച്ച് കയറിക്കോളും. ഓ, എനിക്ക് തോന്നുന്നില്ല. എന്തുവാ അമ്മേ? എന്തോ തോന്നുന്നില്ല. ബെറ്റുണ്ടോ? നിങ്ങൾ ഇവിടെ ബെറ്റ് വെച്ചോണ്ടിരുന്നോ? അയ്യോ, എന്റെ ഉത്തോണ്ണെ കൊണ്ടുപോകാൻ പോലീസ് പോരും. നാത്തോ